പാറു, എനിക്ക് ഇദ്ദേഹത്തെ വലിയ പരിചയം ഇല്ലാത്തതുകൊണ്ട് എന്ത് സംസാരിക്കണമെന്ന് അറിഞ്ഞൂടാ. അപ്പൊ പരിചയമുണ്ട്. അയ്യോ, ഇത് നമ്മുടെ എല്ലാം എന്താ പറയുക, ചങ്കാണ്. കാര്യം നമ്മുടെ ഷോയ്ക്കൊക്കെ ഗണേഷ് സാറായിരുന്നു തബല. കുറെ സന്തോഷം. അത് മാത്രമല്ല, എന്റെ മാനേജറുടെ മാമനാണിത്. അപ്പൊ മാഷിന്റെ കൂടെ മാഷ് മാത്രമല്ലല്ലോ, നമ്മുടെ മോഹൻ ചിത്താര അണ്ണാച്ചിയുടെ ഒക്കെ അടുത്ത ആളാണ്. നമ്മളൊരു US ടൂറാണെന്ന് തോന്നുന്നു നമ്മൾ മൊത്തം അവിടെ കറങ്ങി അടിച്ചത്. അപ്പൊ ഇതിൽ ഈ ഗാംഗിലൊന്നും പെടാതെ ഒരു ശുദ്ധ ജീവിതം നയിച്ച ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. അതാണ് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത്. അപ്പൊ ഈ ദേവരാജ മാഷിന്റെ കൂടെയുള്ള അനുഭവങ്ങളൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് അതൊക്കെ കേൾക്കണ്ട. അതെ, 25 years എന്ന് പറയുമ്പോ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. 1980 എൻ്റെ വിശ്വാസം. നല്ല ഓർമ്മ കറക്റ്റ് ഇല്ല, എന്നാലും ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ പിന്നെ റെക്കോർഡിംഗ് തിയേറ്റർ ഇനാഗുറേഷൻ, അതിലാണ് അന്ന് ഫസ്റ്റ് മാഷിൻ്റെ ഒരു തുരുത്തുന്നുള്ളൊരു സിനിമയുടെ ഈ ഉഷസന്ധ്യകളെ എന്നുള്ളൊരു പാട്ടാണ് എൻ്റെ ഓർമ്മ. ആദ്യത്തെ റെക്കോർഡിങ് അവിടെ. അങ്ങനെയാണ് മാഷെ പരിചയപ്പെടുത്തുന്നത്. പിന്നെ മാഷിൻ്റെ പിന്നെ പ്രോഗ്രാംസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ റെക്കോർഡിങ്, പിന്നെ മാഷ് ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ ഉള്ള എല്ലാ റെക്കോർഡിങ്ങും അതിനെല്ലാം ഞാൻ തന്നെയാണ് എല്ലാവരും അറേഞ്ച് ചെയ്യുന്നതും എല്ലാം ഞാൻ തന്നെയാണ്. പിന്നെ ലാസ്റ്റ് സിനിമ എന്ന് പറയുമ്പോൾ മറ്റേ മദ്രാസിൽ ചെയ്തതാണ് അഗ്രജൻ. അതാണ് ലാസ്റ്റ് മാഷറുടെ ഇപ്പം ഉണ്ടായിരുന്നത്.